സ്പേം കൗണ്ട് കുറവാണ്. ഇതെങ്ങനെ പരിഹരിക്കാം? സാധാരണ ഒരു അസുഖവുമായിട്ട്, ഉദാഹരണത്തിന് പനിയായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ ഒരു പേഷ്യൻറ്റിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? അത് ചികിത്സിച്ച് മാറ്റുക. എന്നാൽ സ്പേം കൗണ്ട് കുറവെന്ന് ഒരു റിപ്പോർട്ടുമായിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ആരോഗ്യമുള്ളൊരു കുഞ്ഞ് എങ്ങനെ പറ്റും? അതായത് ബീജത്തിൻ്റെ സ്പേമിൻ്റെ കൗണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഫലപ്രദമായ മരുന്നുകൾ അവൈലബിൾ അല്ല. അപ്പോൾ ചികിത്സയുടെ നയം, പോളിസി എങ്ങനെയായിരിക്കും? ഒന്നാമത്, മാറ്റാവുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാറ്റുക. ഉദാഹരണത്തിന് അമിതവണ്ണം, സ്മോക്കിംഗ്, വെരിക്കോസിൽ മുതലായവത് മാറ്റാവുന്നതാണ്. രണ്ടാമതായി, ആൻറ്റി ഓക്സിഡൻസ് ഗണത്തിൽപ്പെടുന്ന ചില മരുന്നുകളുണ്ട്. വൈറ്റമിൻസിൻ്റെ ബെനിഫിറ്റേ ഉള്ളൂ, അവ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നേരിയ മാറ്റം സ്പേമിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ വരുത്താം. മൂന്നാമത്, ഇത്രയും കഴിഞ്ഞിട്ടും സ്ത്രീ ഗർഭിണിയാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കൗണ്ടിൽ വലിയ മാറ്റം വരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ നയം അടുത്ത ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതായത് IUI, IVF, ICSI മുതലായവ അവലംബിക്കുക എന്നായിരിക്കും. ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്ത്രീയുടെ പ്രായവും പീരീഡ് ഓഫ് കോഹാബിറ്റേഷൻ, എത്ര നാൾ അവർ ഒരുമിച്ച് താമസിച്ചു, ട്രൈ ചെയ്തു എന്നതുകൂടെ കണക്കിലെടുക്കേണ്ടി വരും.